നമസ്തേ. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. അനക്കക്കുറവായിട്ട് പ്രത്യേകിച്ച് അവസാന മാസങ്ങളിൽ ഗർഭിണികൾ സമീപിക്കുമ്പോൾ ഡോക്ടർ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് NST, അല്ലെങ്കിൽ നോൺ സ്ട്രെസ് ടെസ്റ്റ്. NST നമ്മൾ സാധാരണ ചെയ്യുക 28 ആഴ്ചയ്ക്ക് ശേഷമാണ്. സാധാരണഗതിയിൽ ഇത് ചെയ്യുക എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവരിലാണ്. അതായത് പ്രഷർ, ഷുഗർ, അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലം, അമ്മയുടെ ഏജ് 35 എബവ്, ഡേറ്റ് കഴിഞ്ഞിട്ടും പ്രസവിക്കാതിരിക്കുക, അങ്ങനത്തെ പ്രോബ്ലമൊക്കെ ഉള്ളപ്പോൾ നമ്മൾ NST റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഈ NSTയിൽ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റിൻ്റെ ആ കൗണ്ട്, അതിൻ്റെ റേറ്റ്. സാധാരണഗതിയിൽ ഇത് നോർമൽ ബേസ് ലൈൻ വാല്യൂ എന്ന് പറയുക 110 മുതൽ 160 വരെയുള്ള വാല്യൂ ആണ്. നമ്മൾ ഏത് മനുഷ്യരും നമ്മൾ ഓടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്നത് പോലെ കുഞ്ഞനങ്ങുമ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് സാധാരണ കൂടും. സാധാരണ ഒരു 20 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെയാണ് ഈ NSTയുടെ സമയം. ഈ സമയത്ത് ഒരു മിനിമം ഒരു 2 പ്രാവശ്യമെങ്കിലും ഒരു ആക്സിലറേഷൻ, അതായത് 15 ബീറ്റെങ്കിലും കൂടുതരണം, അതൊരു 15 സെക്കൻഡോളം നിൽക്കണം. അങ്ങനെയുള്ള 2 ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അത് NST നല്ലതാണ്. അതുപോലെ നല്ല വേരിയബിലിറ്റി വേണമെന്ന് പറയും നമ്മൾ. വേരിയബിലിറ്റി എന്ന് പറയുമ്പോൾ ഹാർട്ട് റേറ്റ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. നിങ്ങൾ ആ ഗ്രാഫ് നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഒരു സെക്കൻഡിൽ 140 ആണെങ്കിൽ അടുത്ത സമയത്ത് അത് 145 അല്ലെങ്കിൽ 150, അങ്ങനെ വേരിയേഷൻ വരാം. മിനിമം ഒരു 5 ബീറ്റിൻ്റെ എങ്കിലും വേരിയബിലിറ്റി വേണം എന്നാണ്. 5 to 25 ആണ് നോർമൽ വേരിയബിലിറ്റി. ഈ NST റിയാക്റ്റീവ് എന്ന് പറയണമെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ പറയുക. NST ചെയ്യുന്ന സമയത്ത് വെറുതെ ഒരു ലൈൻ പോലെ പോവുകയാണ്. അതുപോലെ അതിന് ഡീസലറേഷൻ, അതായത് ഇടയ്ക്ക് ഹാർട്ട് റേറ്റ് താഴുകയാണ്. അതുപോലെ NST റിയാക്റ്റീവ് അല്ല എന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഈ NST ചെയ്യുന്നത് സാധാരണ കിടന്നുകൊണ്ട് NST ചെയ്യുമ്പോൾ ലാറ്ററൽ പൊസിഷനിൽ കിടത്തുക, അല്ലെങ്കിൽ ചാരി ഇരുന്ന്, അങ്ങനെ പല പൊസിഷനുകളിലും നമുക്ക് NST ചെയ്യാം. അപ്പോൾ 2 ബെൽറ്റ് വയറിൻ്റെ മുകളിൽ ഇലാസ്റ്റിക് ബെൽറ്റ് അപ്ലൈ ചെയ്യും. അതിൽ 2 ട്രാൻസ്ഡ്യൂസർ ഉണ്ടാകും. അതിന് സെൻസേഴ്സ് ഉള്ള ട്രാൻസ്ഡ്യൂസർ വയറിൻ്റെ മുകളിൽ വെക്കും. കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് ഡിറ്റക്റ്റ് ചെയ്യുവാനും അമ്മയുടെ യൂട്രസിൻ്റെ ആ ടൈറ്റ്നസ് അറിയാനുമാണ് ഈ 2 ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒത്തിരി ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇട്ടാൽ നമുക്ക് ഈ വയറ് എക്സ്പോസ്ഡ് ആയിട്ട് നമുക്ക് ഈ ട്രാൻസ്ഡ്യൂസറൊക്കെ വെക്കാനുള്ള പ്രയാസമുണ്ടാകും. അപ്പോൾ അതനുസരിച്ചുള്ള ലൂസ് ഡ്രസ്സ് ധരിക്കുക. സാധാരണഗതിയിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡർ നിങ്ങളുടെ ഒരു ബെല്ല് തരും. കുഞ്ഞ് അനങ്ങുന്നത് നിങ്ങൾ അറിയുമ്പോഴൊന്ന് പ്രസ് ചെയ്യാനായിട്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യുകയാണ്. ഒരു ഗ്രാഫിലേക്ക് ഇത് വരികയാണ് ചെയ്യുക. അപ്പോൾ ഈ കുഞ്ഞ് അനങ്ങുമ്പോഴൊക്കെ നമ്മൾ ബെല്ല് പ്രസ് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള ഹാർട്ട് റേറ്റിൻ്റെ വേരിയേഷൻ ഉണ്ടോ, അതനുസരിച്ചാണ് കുഞ്ഞിൻ്റെ നെർവസ് സിസ്റ്റം ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാനായിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഇത്. നമ്മൾ സാധാരണഗതിയിൽ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ഈ ആക്സലറേഷൻ ഉണ്ടാവില്ല. വേരിയബിലിറ്റി, അതായത് ഓരോ ബീറ്റും തമ്മിലുള്ള ഡിഫറൻസും കുറവായിരിക്കും. അതിനാൽ ഈ NSTയിൽ നമ്മൾ നല്ല റിയാക്റ്റീവായിട്ട് കണ്ടില്ല എന്നോർത്ത് അതെപ്പോഴും പ്രശ്നമാകണമെന്നില്ല. ചിലപ്പോൾ കുഞ്ഞ് ഉറങ്ങുന്ന സമയമാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മ എന്തെങ്കിലും ഒരു സെഡേഷനുള്ള ഒരു മെഡിസിൻസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കെ ഈ ഹാർട്ട് റേറ്റിന് വേരിയേഷൻ വരാം. അപ്പോൾ ഈ NST ഇതിൽ പ്രോബ്ലം വന്നാൽ നമുക്കത് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഫെർദർ ഇവാലുവേഷൻ വേണം. ചിലപ്പോൾ കുറച്ച് സമയം കൂടെ നമ്മൾ കൂടുതൽ സമയം NST ചെയ്തെന്നിരിക്കാം. സാധാരണ കുഞ്ഞ് ഉറങ്ങുന്ന സമയം മാക്സിമം ഒരു 40 മിനിറ്റ്സ് ആണ് അറ്റ് എ ടൈം. അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് സമയം കൂടി എക്സ്റ്റെൻഡ് ചെയ്യും. ഒന്ന് നടന്നേച്ചൊക്കെ, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഡ്രിങ്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് ഒന്നുകൂടെ വന്ന് നമ്മൾ ചെരിച്ച് കിടത്തിയൊക്കെ നോക്കുന്നത് അതുകൊണ്ടാണ്. ചിലപ്പോൾ കുഞ്ഞിനെ ഒന്ന് അനക്കാനായിട്ടുള്ള ചില ബസറുകൾ, നമ്മൾ അലാമൊക്കെ വെച്ച് നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ഉണർത്തുന്നത് പോലെയുള്ള ചില മെത്തേഡ്സ് ചിലപ്പോൾ സ്വീകരിക്കാറുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ബെൽറ്റ് ഇല്ലാതെ തന്നെ അമ്മയ്ക്ക് നടക്കുമ്പോൾ തന്നെ നമുക്കത് നമ്മളുടെ മോണിറ്ററിലേക്ക് നമുക്കത് ആ റെക്കോർഡ് കിട്ടത്തക്ക വിധമുള്ള ഡിവൈസുകളും ഒക്കെ ഇപ്പോഴുണ്ട്. അപ്പോൾ നമുക്ക് ഈ കിടന്ന് തന്നെ നോക്കണമെന്നില്ല. അപ്പോൾ ഹൈ റിസ്ക് ആയിട്ടുള്ള കേസുകളിൽ ചിലപ്പോൾ നമ്മൾ കൂടുതൽ സമയം NST ഒക്കെ നോക്കണമെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ NST എന്ന് പറയുമ്പോൾ യാതൊരു പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ അല്ല. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് യാതൊരു പ്രിപ്പറേഷനും ആവശ്യമില്ല. NST ഒരു സ്ട്രെസ്സും അമ്മയ്ക്കോ കുഞ്ഞിനോ കൊടുക്കാത്ത ടെസ്റ്റാണ്. അതിനാലാണ് ഇതിന് നോൺ സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയുക. സാധാരണ പ്രത്യേകിച്ച് അനക്കക്കുറവായിട്ട് ചെല്ലുമ്പോൾ ഈ അൾട്രാസൗണ്ടും ഒക്കെ നമ്മൾ ചെയ്ത് കുഞ്ഞ് ഹെൽത്തി ആണോ എന്നുള്ളത് അറിയാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഈ NST എന്നുള്ള ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.